വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററാണ് നിങ്ങളെ. അതിൻ്റെ 4ാമത്തെ പാർട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ആദ്യത്തെ 3 പാർട്ടും വൃത്തിയായിട്ട് എഴുതി പഠിച്ചതിന് ശേഷം വേണം നമ്മുടെ ഈ 4ാമത്തെ പാർട്ട് കേട്ടോ. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന കണക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്നൊന്ന് നോക്കാം. ഇങ്ങനെ നോക്കിയേ. റഷീദ, പേജ് നമ്പർ 86 ആണ്. ബീജഗണിത രീതി എന്ന് വെച്ചാൽ ആൾജിബ്രിക് മെത്തേഡ് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയത്തിൻ്റെയും കണ്ടോ ഒരേ രീതിയിലാണ് ഞാൻ പറയുന്നത്. വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. അപ്പം ടെസ്റ്റിനകത്തിലെ ചോദ്യം തന്നെ നിങ്ങൾ നോക്കി. റഷീദ 4 കിലോഗ്രാം വെണ്ടയ്ക്കയും 20 രൂപയ്ക്ക് മല്ലിയില, കറിവേപ്പില മുതലായവയും വാങ്ങിയപ്പോൾ 200 രൂപയായി. എന്തൊക്കെയാണ് വാങ്ങിയെന്ന് നോക്കണേ. റഷീദ 4 കിലോഗ്രാം വെണ്ടയ്ക്കയും 20 രൂപയ്ക്ക് മല്ലിയിലയും കറിവേപ്പില മുതലായവയും വാങ്ങിയപ്പോൾ 200 രൂപയായി. കേട്ടോണേ. 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില എന്താണ് എന്നാണ് നമ്മളുടെ ചോദ്യം. ഇംഗ്ലീഷ് നോക്കിയോ നിങ്ങളെ. റഷീദ സ്പെൻഡ് 200 rupees ഓഫ് ബൈ 4 kg ഓഫ് ഓക്ര ആൻഡ് കോറിയൻഡർ ആൻഡ് കറി ലീവ്സ് ഫോർ 20 rupees. വാട്ട് ഈസ് ദ പ്രൈം ഓഫ് എ kg ഓഫ് ഓക്ര? എ kg എന്ന് വെച്ചാൽ 1 കിലോ കേട്ടോ. 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓരോന്നും മനസ്സിലാക്കി എഴുതണേ നിങ്ങൾ. ഇവിടെ 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ബീജഗണിത രീതി ആൽജിബ്ര എന്ന് കേൾക്കുമ്പോഴേ ഈ അറിയാൻ വയ്യാത്തത് ഏതാണോ അതിന് എക്സ് എന്നുള്ള പേര് കൊടുക്കണമെന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷവും പഠിച്ചത് ഓർമ്മയുണ്ടോ? അപ്പോൾ ഇവിടെ അറിയാൻ വയ്യാത്ത നോക്കൂ നിങ്ങളെ. 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ നോക്കണേ. ഒരു കിലോഗ്രാം വെണ്ടയ്ക്ക പുതിയ പേനയാണ് അതിൻ്റെ കേട്ടോ. വെണ്ടയ്ക്കയുടെ ഇക്കായൊക്കെ തെളിയുന്നുണ്ടോ? 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില കേട്ടോ. ഇത് മലയാളം മീഡിയക്കാർ, ഇംഗ്ലീഷ് മീഡിയക്കാർ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? പ്രൈസ് അല്ലേ, വില. പ്രൈസ് ഓഫ് എ kg ഓഫ് ഓക്ര. ഓക്ര. അതിൻ്റെ വില എത്ര ആണെന്ന് നമുക്കറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ അതിന് എക്സ് എന്നുള്ള പേര് കൊടുത്തു കേട്ടോ. 1 കിലോഗ്രാം എന്ന് പറയുന്നതിന് നമ്മളെന്താ 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില എക്സ് എന്ന് കൊടുത്തു. 1 കിലോഗ്രാം കേട്ടോ, ഓർത്തോണേ. 1 kgക്ക് നമ്മൾ എന്ത് കൊടുത്തു? എക്സ് എന്ന് പേര് കൊടുത്തു. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എത്ര മേടിച്ചു? 4 കിലോഗ്രാം വെണ്ടയ്ക്ക മേടിച്ചു കുഞ്ഞുങ്ങളെ. എത്ര മേടിച്ചു? 1 കിലോഗ്രാമിൻ്റെ നമുക്കറിയത്തില്ല. അപ്പം 4 കിലോഗ്രാം ആണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ പറയും? 4x എന്ന് പറയും. മനസ്സിലാക്കണേ. 1 കിലോഗ്രാം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാവുന്ന ഏതാണോ അതിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ് എന്ന പേര് കൊടുക്കണം. ഓക്കെ, നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ എത്രയാണ് വാങ്ങിച്ചത്? 4 കിലോ വാങ്ങിച്ചു. അതുകൊണ്ട് നമ്മൾ 4x എന്ന് പറഞ്ഞു. ഓക്കെ ആണോ? ഇനി എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചതെന്ന് നോക്കിക്കേ. 4 കിലോ നോക്കണേ നിങ്ങളെ. 4 കിലോ വെണ്ടയ്ക്ക വാങ്ങിച്ചു. വെണ്ടയ്ക്ക അല്ല, ഓക്രയ്ക്കാണ് എക്സ് എന്ന് പറഞ്ഞത്. പിന്നോ 20 രൂപയുടെ എന്തൊക്കെ മേടിച്ചു? മല്ലിയിലയും പിന്നെന്താ കറിവേപ്പിലയും മേടിച്ചു. എത്ര രൂപയ്ക്കാ? 20 രൂപയ്ക്ക്. രണ്ടും കൂടി 20 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് അതിന് സെപ്പറേറ്റ് എഴുതണ്ട. രണ്ടും കൂടി 20 രൂപയ്ക്ക് വാങ്ങിച്ചു. മൊത്തം എത്രയായി? 200 രൂപയായെന്നാണ് മനസ്സിലാക്കി പോണേ. 200 രൂപയായി. 4x വന്നത് എങ്ങനെയാണെന്ന് അറിയാവേ. അതായത് 1 കിലോയുടെ വില നമുക്ക് അറിയത്തില്ല, എക്സ് എന്നുള്ള പേര് കൊടുത്തു. 4 കിലോയാണ് നമ്മൾ വാങ്ങിച്ചത്, അതുകൊണ്ട് 4x എന്ന് കൊടുത്തു. ആ 4x എന്ന് വെച്ചാൽ എത്രയാന്ന് ആ വെണ്ടയ്ക്കയും മല്ലിയിലയും പിന്നെന്താ കറിവേപ്പിലയുടെയും കൂടെ ആന്നേ കുഞ്ഞുങ്ങളെ ഈ 20 രൂപ കേട്ടോ. ഈസിക്കൽ ടു എല്ലാം കൂടി 200 രൂപയായി. അപ്പം നമുക്ക് എപ്പോഴും അറിയാം 4x അല്ലേ, ഏതാണോ എക്സ് വേരിയബിൾ വരുന്നത് അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ 4x ഈസിക്കൽ ടു ഈക്വൽ കഴിഞ്ഞിട്ട് എന്താ വന്ന 200 ആണ്. ഇനി എന്താ എഴുതാനുള്ളത്? ഒരു +20 ഉണ്ട്. അത് സമത്തിനിപ്പുറം വന്നാൽ -20 അങ്ങ് മാറി. അപ്പോൾ 4x ഈസിക്കൽ ടു ഈ ഈക്വൽ എല്ലാം കറക്റ്റായിട്ട് എഴുതി ഇടക്കണം കേട്ടോ. ഈസിക്കൽ ടു 200 ൽ നിന്ന് 20 വരെ എത്ര നിങ്ങൾ? 180 ആണ് കേട്ടോ. 180 കേട്ടോ.
അപ്പോൾ നമുക്ക് എക്സ് ഈസിക്കൽ ടു 4x എന്ന് വെച്ചാൽ 4 ഇൻറ്റു എക്സ് ആണ്. ഇൻറ്റു ഇപ്പുറത്ത് വരുമ്പോൾ എന്തായും ഡിവിഷനായിട്ട് മാറും കേട്ടോ. ഭാഗിക്കാനുള്ളത് ഇപ്പുറത്ത് വരുമ്പോൾ എന്തായും, അല്ല ഗുണിക്കാനുള്ളത് ഇപ്പുറത്ത് വരുമ്പോൾ ഭാഗിക്കാനാവും. മലയാളം മീഡിയം കേട്ടോ. ഇത് ഗുണിക്കാനാവും നിങ്ങൾ. 4x എന്ന് വെച്ചാൽ 4 ഇൻറ്റു എക്സ് ആണ് കേട്ടോ. 4 ഗുണം എക്സ്. അപ്പം ആ 4 ഇപ്പുറത്ത് വരുമ്പോൾ എന്താ ഡിവിഷനായിട്ട് ഭാഗിക്കാനായിട്ട് മാറും. അപ്പം 180 ഡിവൈഡ് 4 എത്ര? 180നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? എക്സ് ഈസിക്കൽ ടു 45 വരും കേട്ടോ. 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില നമ്മളെങ്ങനെ, നമ്മൾ അത് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഒരു കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില എത്ര ആവും നിങ്ങളെ? 45 റുപ്പീസ് കേട്ടോ. 180നെ 4 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ അറിയണേ. 180 180 ഡിവൈഡ് 4. 4ൻ്റെ ടേബിൾ ചെല്ലുമ്പോൾ 18 വരുന്നുണ്ടോ? 4 ഇൻറ്റു 4 16. 18ന് 16 പോയാൽ 2. ഈ 0 താത്തർക്ക് 20. 5 4 20. 0 അപ്പോൾ എത്ര കിട്ടി? 45. ഡിവൈഡൊക്കെ ചെയ്യാൻ അറിയണേ. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് നല്ലപോലെ ഡിവിഷനൊക്കെ. അപ്പം 45 രൂപയാണ്. ഓക്കെ ആണോ? ആ കണക്ക് ഓക്കെ ആണോ? നമുക്ക് ചെയ്തിട്ടേക്കുന്ന എല്ലാം ചെയ്തു പോവാം. അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കണേ നിങ്ങളെ. 10 മീറ്റർ നീളമുള്ള ഒരു കമ്പി, ജസ്റ്റ് കണ്ട് ഇതൊരു ഞാൻ ഈ വരച്ചേക്കുന്ന ഒരു കമ്പിയാണെന്ന് അങ്ങ് വിചാരിക്കണേ കേട്ടോ. എക്സാമ്പിൾ, ഇതൊരു കമ്പി 10 മീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ച് ഒരു ചതുരം ഉണ്ടാക്കണം. ഈ കമ്പിയെ വളച്ച് ഞാൻ എന്താക്കി? ഒരു ചതുരം ഉണ്ടാക്കി. വീതിയേക്കാൾ 1 മീറ്റർ കൂടുതൽ നീളവും. വീതി ഏതാ കുഞ്ഞുങ്ങളെ? ഇത് നീളമാണ് അല്ലേ? നീളമാണ്, ഇത് വീതിയാണ്. അറിയാവത്, ഇത് ലെങ്തും ഇത് വിട്ട് അല്ലെങ്കിൽ ബ്രെഡ്ത്തുമാണ് കേട്ടോ. വീതി കേട്ടോ, വിട്ടാണ്. ഓർത്തോടെ, ഇത് വിട്ട്, നീളവും വീതി അറിയണേ. ഇത് നീളവും ഇത് വീതിയുമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? പക്ഷെ അവർ പറഞ്ഞ എന്താണെന്നറിയോ? വീതിയേക്കാൾ 1 മീറ്റർ കൂടുതൽ നീളമാണ്. വീതി ഇതാണ്. അപ്പോൾ വീതി എത്രയാണെന്ന് നമുക്കറിയത്തില്ലേ? നമ്മൾ എന്ത് പറയാ? എക്സ്. ഈ എക്സ് അറിയാൻ വയ്യാത്തന്നെ എക്സ് എന്ന് കൊടുത്തു. ആ എക്സിനേക്കാൾ, വീതിയേക്കാൾ 1 മീറ്റർ കൂടുതലാണ് ആരാ? നീളം. അപ്പം നമുക്ക് അതിനെ എങ്ങനെ പറയാം കുഞ്ഞുങ്ങൾ? 1 മീറ്റർ കൂടെ കൂടുതലാന്ന് വെച്ച് കഴിഞ്ഞാൽ x+1 കേട്ടോ. ഈ എല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ തിരിഞ്ഞു പോകല്ലേ കേട്ടോ. എല്ലെന്ന് വെച്ചാൽ ലെങ്ത് ആണ്. ഇവിടെ x+1, ഇവിടെ x+1 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? x+1 ആയിരിക്കും അല്ലേ? താഴെ എന്താണോ അത് തന്നെ ആയിരിക്കും മേടി. ഇവിടെ x ആണെങ്കിൽ ഇവിടെ എന്താ? ഇവിടെയും x ആണ്. ഇത് വിട്ടിൻ്റെ ആണേ, തിരിഞ്ഞു പോകല്ലേ കേട്ടോ. നീളവും വീതി ഇതാണ് നമ്മുടെ 4 വശവും നമുക്ക് കിട്ടി. ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. 10 മീറ്റർ നീളമുള്ള ഒരു കമ്പി, ഇത് 10 മീറ്റർ ഉണ്ടെന്ന് അങ്ങ് വിചാരിക്കുക. ഈ കമ്പിയെ വളച്ച് ഒരു ചതുരം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞിട്ടുണ്ട് വീതിയേക്കാൾ കേട്ടോ. അതായത് ദ ലെങ്ത് 1 മീറ്റർ ലോങ്ങർ ദാൻ ദ വിഡ്ത്ത്, വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദ സൈഡ്. വീതിയേക്കാൾ 1 മീറ്റർ കൂടുതൽ നീളവും വേണം, നീളവും വീതിയും അപ്പോൾ എത്രയായിരിക്കണം എന്നാണ്. നമുക്കറിയാം, ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണുന്ന ഇക്വേഷനൊക്കെ നമുക്കറിയാം. ഇവിടെ നമ്മൾ അത്രയും കിടന്ന് നിങ്ങൾക്ക് ഈ വേരിയബിൾ വന്നു കഴിഞ്ഞാൽ, മീൻസ് ഇതിൻ്റെയൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ താഴെ എന്താണോ വരുന്നത് അത് തന്നെ ആയിരിക്കും നിങ്ങളെ മേളിലും കേട്ടോ. ഇവിടെ ഈ വീതി എത്ര ആണോ അത് തന്നെ ആയിരിക്കും ഇവിടെ. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ ചുറ്റളവ്, പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റളവാണ്, ചുറ്റുമുള്ള അളവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്? ഇവിടെ വീതി, വിഡ്ത്ത് എന്ന് പറയുന്നത്, വിഡ്ത്ത് അല്ലെങ്കിൽ വീതി എന്ന് പറയുന്നത് നമ്മൾ എക്സ് എന്ന് കൊടുത്തു അല്ലേ. ലെങ്ത് എത്ര? ലെങ്ത് വീതിയേക്കാൾ, ലെങ്ത് എന്ന് വെച്ചാൽ നീളമാണ് കുഞ്ഞുങ്ങളെ. നീളം, ലെങ്ത് എത്രയാണ്? ഈ എക്സിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ് കേട്ടോ. അപ്പം നമുക്ക് പെരിമീറ്റർ കാണണം. പെരിമീറ്റർ, ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് വെച്ചാൽ ചുറ്റളവ് എന്നാണ്, ചുറ്റുമുള്ള അളവാണ് കേട്ടോ. ചുറ്റുമുള്ള അളവൊന്ന് കൂട്ടി നോക്കിയോ കുഞ്ഞുങ്ങളെ. ഫസ്റ്റ് ഇത് ഉണ്ടോ, എക്സ് എടുത്തു, പ്ലസ് ഇതെന്താ x+1 അതും എടുത്തു. വലത്തുവശത്ത് എന്താ? അടുത്ത എക്സ് പ്ലസ് മേലെന്താ? x+1. നല്ലപോലെ മനസ്സിലാക്കണം കേട്ടോ. ഇത് എക്സ്, ഇതാണ്ട് 1 2 3 4 വശമുണ്ട്. 1 ഇത് 2 3 4 മനസ്സിലാക്കണം കേട്ടോ. ഇതെങ്ങനെയാണ് വന്നതെന്ന്. ആദ്യത്തെ അടി എക്സ് ആണ്. ഇത് അറിയാവുന്ന വിശ്വസിക്കുന്നു കേട്ടോ. ഇനി എന്താ? ഇതെല്ലാം കൂടെ കൂട്ടുമ്പം ഇതിൻ്റെ നീളം എത്ര? 10 അല്ലേ? കാരണം ചോദ്യത്തിൽ പറഞ്ഞു 10 മീറ്റർ ലോങ്, 10 മീറ്റർ നീളമുള്ള ഒരു കമ്പിയെയാണ്
നമ്മൾ എന്ത് ചെയ്ത് വളച്ചതാണ്ട് ചതുരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ പണിഞ്ഞ് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളതിൻ്റെ നീളവും വീതിയും എല്ലാം കണ്ടുപിടിച്ചു. അപ്പം നമുക്കിതിന് ഇത് കൂട്ടുണ്ടാവും. നിങ്ങൾ നോക്കി എത്ര എക്സ് ഉണ്ട്? 1 2 3 4 എക്സ് ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ 4x അല്ലേ. നോക്കിക്കേ, ഇവിടെ ഒരു 1 ഉണ്ട്, +1 ഉണ്ട്, ഇവിടെ ഒരു +1 ഉണ്ട് അല്ലേ. അപ്പോൾ 1ഉം 1ഉം കൂടെ ആയപ്പോൾ 2 = 10. ഇത് നല്ലപോലെ അറിയണേ. ഇത് വന്നത് എങ്ങനെയാണെന്ന് അറിയണേ. ഇതെല്ലാം 4 വശവും കൂടാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ കമ്പിയുടെ 10 മീറ്ററാണ് ഈ കമ്പിയുടെ മൊത്തം മെഷർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എക്സുകളെല്ലാം കൂടെ കൂട്ടിയപ്പോഴാണ് 4x വന്നത്. ഇതിനകത്തിൽ ഒരു 1ഉം ഇവിടെ ഒരു 1ഉം ഉണ്ട്, അപ്പോൾ 2. അപ്പോൾ 4x + 2 = 10 ആണെങ്കിൽ നമുക്കറിയാം അല്ലേ, 4x ആണ് കണ്ടുപിടിക്കേണ്ടത്, = 10 അല്ലേ. അപ്പോൾ x = 10 എന്ന് പറയുന്നതിനെ നമ്മൾ എന്തോ ചെയ്യണം? അല്ല കുഞ്ഞുങ്ങളെ, 4x = 10. ഇവിടെ ഒരു +2 ഇനി വരുമ്പോൾ എന്തായും -2 ആയിട്ട് മാറി അല്ലേ. അപ്പോൾ എത്ര? 4x = 10ൽ നിന്ന് 2 പോയാൽ 8 ആണ്. ഓർത്തോണേ, 4x + 2 = 10 ആണെങ്കിൽ 4x = 10, ഈ +2 ഇപ്പുറത്ത് വരുമ്പോൾ -2. അപ്പം 10ൽ നിന്ന് 2 പോയാൽ 8 ആണ്. 4x = 8 ആണെങ്കിൽ x = 8. 4 × ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷനായിട്ട് മാറും. 2 മീറ്ററാണ് എക്സ് എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് 2 മീറ്റർ ആവും നിങ്ങൾ. ഏതാണ്ട് ഇത് 2 ആണ്. ഇനി അതിനേക്കാൾ 1 കൂടുതലാണ് നീളമെന്ന് നമ്മളോട് പറഞ്ഞേ. ചോദ്യം മനസ്സിലാക്കണേ. ഇല്ല, ഇപ്പം നമുക്ക് എക്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? എക്സ് അല്ലേ, വീതിയാണ് അല്ലേ. വീതി എക്സ് എന്ന് പറഞ്ഞാൽ വീതിയാണെന്ന് നമ്മൾ പറഞ്ഞു. വീതി നമുക്ക് 2 മീറ്റർ കിട്ടിയെങ്കിൽ അല്ലേ, x + 1 ആണ് നീളം കേട്ടോ. നീളം മനസ്സിലാവുന്നുണ്ടോ? ഇത് വിഡ്ത്ത്, ഇത് ലെങ്ത് അല്ലേ. ഇത് ഇവിടെ തന്നത് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചതാ. x + 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 + 1 = 3 ആണ് നീളം വരുന്നത് കേട്ടോ. നല്ലതുപോലെ ഇത് അറിയണേ. 3 മീറ്റർ. അപ്പോൾ 2 മീറ്റർ വീതിയും വിഡ്ത്തും ലെങ്ത് എത്ര? നീളം 2 + 1. ഇതെങ്ങനെയാണ് വന്നതെന്ന് അറിയാം. ഏതാണ്ട് ഇത് വീതി എന്ന് പറയുന്നത് x ആണ്, നീളം എന്ന് പറയുന്നത് x + 1 ആണ്. അപ്പം നമുക്ക് x കിട്ടി. എത്ര? 2 ആണ്. ആ 2 ആണ് വീതി. ആ 2ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയ 3 ആണ് നീളം. ഓക്കെ ആണോ നിങ്ങൾ? എളുപ്പമല്ലേ? ഓക്കെ. അതിൻ്റെ ഒരു കണക്കൂടെ നമുക്കങ്ങ് ചെയ്യാം. ദ സം ഓഫ് എ നമ്പർ ആൻഡ് 1 more than the number is 5. നോക്കണേ. ദ സം ഓഫ് എ നമ്പർ ആൻഡ് 1 more than the number is 5. വാട്ട് ഈസ് ദ നമ്പർ? ഒരു സംഖ്യയുടെയും അതിനോടൊന്ന് കൂട്ടിയതിൻ്റെയും തുക. ഒരു സംഖ്യയുടെയും ഏതാണെന്ന് നമുക്കറിയത്തില്ല. ഒരു സംഖ്യ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു സംഖ്യയുടെയും അതിനോട് ഒന്ന് കൂട്ടിയതിൻ്റെയും തുക 5. സംഖ്യ ഏതാ കുഞ്ഞുങ്ങൾ? ഒരു സംഖ്യ എന്നാണ് പറഞ്ഞത്. ഏത് സംഖ്യ നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ അറിയാൻ വയ്യാത്ത x എന്ന് കൊടുത്തു. ആ സംഖ്യയോട് ഒന്ന് കൂട്ടി. ഒരു സംഖ്യ, എന്നിട്ട് ആ സംഖ്യയോടെ കൂടെ ഒന്നുകൂടി കൂട്ടി. സംഖ്യയാണ് ഇത്. ഒരു സംഖ്യ നോക്കിയേ, ഒരു സംഖ്യ ആ സംഖ്യയോട് ഒന്ന് കൂട്ടിയതിൻ്റെ തുക മീൻസ് കൂട്ടാൻ അല്ലേ. എത്ര? 5 ആണ് കേട്ടോ. ഇത് എളുപ്പമായത് കേട്ടോ. എങ്ങനെയാ നോക്കിയേ, എക്സും എന്താ കുഞ്ഞുങ്ങളെ? 2x ആണ്. 2x + 1 = 5. 2x + 1 = 5. അപ്പോൾ നിങ്ങൾ എങ്ങനെ? 2x ഈക്വൽ കഴിഞ്ഞിട്ട് 5 ആണ്. ഈ +1 ഇപ്പുറത്ത് പോയപ്പോൾ -1. അപ്പോൾ 2x = 4 ആണ്. അപ്പോൾ x = 4/2 ആണ്. കാരണം 2 × x ആണ്. ഇൻറ്റു വന്നാൽ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആകും കേട്ടോ. ഗുണിക്കാനുള്ളത് ഇവിടെ വരുമ്പം ഭാഗിക്കാനാവും. 4 / 2 = 2. ഇത് ഇത്രയേ ഉള്ളൂ. കുഞ്ഞൊരു ചോദ്യമാണ് കേട്ടോ. ഇതെങ്ങനെ വരുന്നു? ഒരു സംഖ്യ അല്ലേ, ഏതോ ഒരു സംഖ്യ. ദ സം ഓഫ് എ നമ്പർ 1 more than എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ ഒന്ന് കൂട്ടിയപ്പോൾ എത്ര? 5 ആണ് കിട്ടുന്നത് കേട്ടോ. എളുപ്പമല്ലേ? ഇതൊരു സംഖ്യയാണ്. ഈ സംഖ്യയുടെ കൂടെ നമ്മൾ ഇതുകൂടെ കൂട്ടിയപ്പോൾ നമുക്ക് ഇത് കിട്ടി കേട്ടോ. ഈ ബ്രാക്കറ്റ് ഒന്ന് ഇട്ട് വെക്കലേ എന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാ കേട്ടോ. ഓക്കെ ആണേ. നാലാമത്തെ ചെയ്യാം. നാലാമത്തെ നോക്കൂ കുഞ്ഞില്ലേ, പേജ് നമ്പർ 89 നമുക്ക് ടെസ്റ്റിലെ ഇത് എക്സസൈസ് ക്വസ്റ്റ്യൻ അല്ലേ. 80 മീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ നീളം, നല്ലപോലെ നോക്കണേ. ഇത് 80 മീറ്റർ നീളമുള്ള
ഓക്കെ. 80 മീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. അതിൻ്റെ വീതിയും നീളവും എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ്. എളുപ്പമാണോ? The perimeter of a rectangle is 80 meter and its length is 1 meter more than twice the width. What is its length and width? നല്ലപോലെ ഇതൊന്ന് മനസ്സിലാക്കണേ. ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. 80 മീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചതുരം വരയ്ക്കുകയാണ്. ചുറ്റളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പെരിമീറ്റർ. ഇത് മൊത്തത്തിൽ എത്ര പറഞ്ഞു? 80 മീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 80 മീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. അത് നല്ലപോലെ നോക്കണേ. അപ്പം ഇതിൻ്റെ ഒരു ചതുരത്തിൻ്റെ നീളം എത്രയാണെന്നറിയത്തില്ല ഇല്ലേ? വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. അതിൻ്റെ വീതിയും നീളവും എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. പെരിമീറ്റർ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. അപ്പം ഇത് മൊത്തത്തിൽ ഞാനൊന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ഒരു ചതുരമാണ്. ഇതൊരു ചതുരമാണ് അല്ലേ? ഈ ചതുരത്തിനെ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു നീളമാണ് വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. അപ്പം നോക്കണേ, ഇതിപ്പം നമുക്ക് വീതി എത്രയാണെന്ന് അറിയത്തില്ല, വീതി എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ വീതിയേക്കാൾ എന്താ, വീതിയുടെ 2 മടങ്ങിനേക്കാൾ 2 മടങ്ങ് എന്ന് കേൾക്കുമ്പോഴേ 2x കേട്ടോ. മടങ്ങ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ച 2 ടൈംസ്, 2 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. അത് നല്ലപോലെ നോക്കണം കേട്ടോ. ഇത് നല്ലപോലെ അറിയണേ. കാരണം വീതി എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. അറിയാൻ വയ്യാത്തതിനെ നമ്മൾ എന്ത് കൊടുക്കുക? വീതി എത്രയാണെന്ന് അറിയത്തില്ല, അതായത് വിഡ്ത്ത് എത്രയാണെന്ന് നമുക്കറിയത്തില്ല, നമ്മളതിനെ എക്സ് എന്നുള്ള പേര് കൊടുക്കുക. ലെങ്ത് അവർ പറഞ്ഞൊരു ക്ലൂ തന്നിട്ടുണ്ട്. ലെങ്ത് അല്ലെ നീളം എത്ര? 2 മടങ്ങ് 1 മീറ്റർ. പെരിമീറ്റർ തന്നിട്ടുണ്ടല്ലേ? പെരിമീറ്ററും തന്നിട്ടുണ്ട് നമുക്ക്. ചുറ്റളവ്, പെരിമീറ്റർ ഈസിക്കൽ ടു ചുറ്റളവ് എത്ര? 80. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു റെക്റ്റാങ്കിളിൻ്റെ, ഒരു ചതുരത്തിൻ്റെ, ഇപ്പോൾ ഇവിടെ 2x+1 ആണെങ്കിൽ ഇവിടെ എന്താ? 2x+1 ആണ്. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്താ? എക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് കണ്ടുകൂടാ? മുമ്പേ നമ്മൾ ചെയ്തതല്ലേ? എന്താ? ഈ 4 വശവും കൂടി അങ്ങ് കൂട്ടിയാൽ മതി. അപ്പോൾ അതാ കുറച്ചുകൂടെ എളുപ്പം കേട്ടോ. അല്ലെങ്കിൽ 2 × l+b വെച്ചും ചെയ്യാം കേട്ടോ. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ്, പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ 2 × l+b ആണ്. നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇനി അത് അറിയാൻ വയ്യ, ഒട്ടും അറിയാൻ വയ്യാത്തവരാണ് ഈ മെത്തേഡ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഈ 4 കൂട്ടുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താ ഇതെടുക്കുക? ഒന്നാമത്തെ ഇത് എക്സ് പ്ലസ്, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇത് 2x + 1, അത് കഴിഞ്ഞ് ഇതെടുക്കാം പ്ലസ് എക്സ്, അത് കഴിഞ്ഞിട്ട് ഇതെടുക്കാം പ്ലസ് 2x + 1. 1 2 3 4. മനസ്സിലായി? ഈ 4 വശവും കൂടെ അങ്ങ് കൂട്ടണം. ഇവിടെ എത്ര എക്സ് ഉണ്ട്? 1 2x, അപ്പോൾ മൊത്തം 3x 4x 6x. ഒന്നേ അറിയാവേ മൊത്തം എത്ര എക്സ് ഉണ്ടെന്ന്. ഇവിടെ ഒരു 2x, ഇവിടെ ഒന്ന് 3x, 5x, ഒന്നും 6x. അപ്പം 6x നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. പ്ലസ് ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട് അല്ലേ? അപ്പം 2 = പെരിമീറ്റർ നമുക്ക് തന്നു എത്ര? 80 ആണെന്ന്. = 80. അപ്പോൾ 6x + 2 = 80 ആണെങ്കിൽ 6x = 80. ഈ +2 ഇപ്പുറത്ത് വരുമ്പോൾ -2. അപ്പോൾ 6x = 80 ന്ന് 2 പോലെ എത്ര കുഞ്ഞുങ്ങൾ? 78 അല്ലേ? 78. ഓക്കെ. അപ്പോൾ 6x-നകത്തിലെ x = 78. ഇത് ഇൻറ്റു ആയപ്പോൾ ഇവിടെ വരുമ്പോൾ ഡിവിഷൻ 6. 78നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. 78 ഡിവൈഡ് 6. 1 6 6 18 3 6 കൂട്ടിയാന്നോ? 3 6 18 അല്ലേ? x = എത്ര വന്നു? നമുക്ക് 13 വന്നു. എക്സ് എന്ന് പറയുന്നത് നമുക്ക് 13. ഇത് എക്സ് കിട്ടി. എക്സ് എന്ന് പറയുന്നത് 13 ആണ്. നല്ലപോലെ നോക്കണേ. അപ്പോൾ നമുക്ക് വീതി, ഇതെല്ലായിരുന്ന വീതി മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. അപ്പോൾ നമുക്ക് വീതി അല്ലെങ്കിൽ വിഡ്ത്ത് നമുക്ക് കിട്ടി. എത്ര? 13. ഇനി അവർ പറഞ്ഞിട്ടുണ്ട് ലെങ്ത് എന്ന് വെച്ചാൽ ഇതിൻ്റെ 2 മടങ്ങ് കൂടുതലാണ്. ലെങ്ത് എന്തായിരുന്നു? ലെങ്ത് = 2x + 1 ആ കുഞ്ഞുങ്ങളെ അല്ലേ? മേളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ലെങ്ത് എന്ത് വന്നാണ്ട്. ലെങ്ത് 2x + 1 ആണ്. അപ്പം
എന്താ 2നെ അതുപോലെ എഴുതുക ഇൻറ്റു എക്സ് നമുക്ക് കിട്ടി 13 + 1 2 × 13 20 അല്ലേ 13 2 26 + 1 = 27 ആൻസർ. 27 വന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇത് നോക്കണേ, എക്സ് ഇത് ക്വസ്റ്റ്യൻ വായിച്ചിട്ടാ. ഇത് ഓക്കെ ആണെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടുക. ചതുരത്തിൻ്റെ ചുറ്റളവ് കാണുന്നത് മൊത്തം വശം കൂടെ കൂട്ടുക. അപ്പോൾ കൂട്ടി വന്നപ്പോൾ നമുക്ക് എക്സ് കിട്ടി. ഇപ്പോൾ അതും ഈ എക്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞായിരുന്നു വീതിയാണ്. എക്സ് വീതിയാണ്. ലെങ്ത് 2x + 1 ആണ്. അതാണ് നമ്മൾ 2x + 1 ഇത് 13 നമുക്ക് കിട്ടി. അതിനെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 27 കിട്ടി കേട്ടോ. ഓക്കെ ആണല്ലോ? അടുത്ത് ചെയ്യാം. അടുത്ത നോക്കിയേ, 100 രൂപ ചില്ലറയാക്കിയപ്പോൾ 100 രൂപയാവും ഞങ്ങളെ കേട്ടോ. അതിനകത്തിൽ നമുക്ക് എത്ര ചില്ലറയാക്കിയപ്പോൾ 20ൻ്റെയും 10ൻ്റെയും നോട്ടുകളാണ് കിട്ടിയത്. 100 രൂപയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ 20ൻ്റെയും 10ൻ്റെയും നോട്ടുകളാണ് തന്നത്. പക്ഷേ ആകെ എത്ര ഉണ്ട്? 7 നോട്ടുകളാണ് നമുക്ക് ഓരോന്നും 7 നോട്ടുകളാണ് നമുക്ക് തന്നത്. അപ്പം നമുക്ക് ആദ്യം എന്ത് എഴുതാം? തന്നിരിക്കുന്ന എഴുതാം. മൊത്തം നോക്കിയേ, മൊത്തം ടോട്ടൽ നമ്പർ ഓഫ് നോട്ട് മൊത്തം എത്ര നോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞ് 7. അപ്പം നമുക്ക് തന്നിരിക്കുന്ന പറക്കി എഴുതാം. ഗീവൺ ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ്, മൊത്തം നോട്ടുകളുടെ എണ്ണം നമുക്ക് തന്നു 7 എണ്ണം. അതായത് ആകെ അല്ലെങ്കിൽ മൊത്തം ആകെ നോട്ടുകളുടെ എണ്ണം = 7 അല്ലേ? അത് നമ്മുടെ ചോദ്യത്തിൽ തന്നു. ഇനി 20 രൂപ നോട്ടുകളുടെ എണ്ണം എത്രയാ, 10 രൂപ നോട്ടുകളുടെ എണ്ണം എത്രയാ എന്ന് നമുക്ക് അറിയത്തില്ല. അറിയാമോ? രണ്ടും കൂടി 7 എണ്ണേ ഉള്ളെന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ? അതിൽ 20 എത്ര ഉണ്ട്, 10 എത്ര ഉണ്ട് എന്ന് നമുക്ക് അറിയത്തില്ല എന്നുള്ളതിന് നമ്മൾ എന്ത് കൊടുക്കും? എക്സ് എന്ന് കൊടുക്കും. നമുക്ക് ആദ്യം നോക്കിയാൽ 20 രൂപ നോട്ടാണ് അല്ലേ? അപ്പം നമ്മൾ എങ്ങനെ പറയും? 20 രൂപ നോട്ടുകൾ, 20 രൂപ നോട്ടുകളുടെ എണ്ണം, അതായത് നമ്പർ ഓഫ് 20 റുപ്പീസ് നോട്ട്സ് എന്ന് പറയുന്നത് നമുക്കറിയത്തില്ല. നമ്മളതിനെ എക്സ് എന്ന് കൊടുത്തു. എത്ര ഉണ്ടെന്ന് നമുക്കറിയത്തില്ല, നമ്മളതിനെ എക്സ് എന്നുള്ള പേര് കൊടുത്തു. ഇനി അതുപോലെ തന്നെ എന്താ, 10 രൂപ നോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. 10 രൂപ നോട്ടുകളുടെ എണ്ണം, നോട്ടുകളുടെ എണ്ണം അങ്ങനെ എഴുതും. നമ്പർ ഓഫ് 10 റുപ്പീസ് നോട്ട്സ് അല്ലേ? അതും എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? മൊത്തം എണ്ണം എത്ര നിങ്ങളെ പറഞ്ഞേ? 7 എണ്ണമാണ്. 7 നോട്ടുണ്ട്. അതിനെ നമ്മൾ എന്താ 20 രൂപ നോട്ട് എത്രയെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ അതിന് എക്സ് എന്നുള്ള പേര് കൊടുത്തു. നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണേ കേട്ടോ. അപ്പം മൊത്തം 7 നോട്ടുണ്ട്. നമ്മൾ 20 രൂപ നോട്ട് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല, നമ്മൾ അതിനെ എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ 10 രൂപ നോട്ട് എത്ര ആയിരിക്കും? ഈ 7ൽ നിന്നും ഈ എക്സ് അങ്ങ് കുറച്ചാൽ പോരെ? കാരണം എക്സ് എന്ന് വെച്ചാൽ എന്താ, അറിയാൻ വയ്യാത്ത 20 എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ എങ്ങനെ പറയാം? 7 - എക്സ് എന്ന് പറയാം. നല്ലപോലെ അത് മനസ്സിലായോ നിങ്ങളെ? ആകെ നോട്ട് 7 എണ്ണമാണ്. ആകെ നോട്ടുകൾ 7 എണ്ണമാണ്. നമുക്ക് 20 രൂപ നോട്ട് എത്ര ഉണ്ടെന്ന് അറിയില്ല. അപ്പം നമ്മൾ അതിനെ എക്സ് എന്ന് കൊടുത്തു. മൊത്തം നോട്ട് എത്രയാണ്? 7 ആണ്. അപ്പം നമ്മൾ 10 രൂപ നോട്ട്, അപ്പോൾ അതിൻ്റെ ബാക്കി എത്ര ആയിരിക്കും? ഈ എക്സ്, 7ൽ നിന്നും ഈ എക്സ് അങ്ങ് കുറച്ച് കാണിക്കണം. അപ്പം നമുക്ക് എങ്ങനെയൊക്കെ പറയാം കുഞ്ഞുങ്ങളെ? ഇനി നോക്കിക്കോണേ. അപ്പം നമ്മൾ 20 രൂപ നോട്ടുകൾ അല്ലേ, 20 രൂപ നോട്ട്, 20 റുപ്പീസിൻ്റെ നോട്ട്സ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 20x എന്ന് എഴുതാം ഇല്ലേ? 20 രൂപയുടെ നോട്ട് എത്രയാണെന്ന് നമുക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മളതിനെ 20x എന്ന് പറയാം. 10 രൂപയുടെ അല്ലേ, 10ൻ്റെയോ 10 റുപ്പീസിൻ്റെ നോട്ട്സ് അല്ലേ, 10 രൂപയുടെ നോട്ട് എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മളപ്പോൾ എന്ത് എഴുതും? 10 എന്നെഴുതിയിട്ട് 10 രൂപയുടെ ആണേ. പിന്നെ നമ്മൾ എന്താകുമ്പോൾ പറഞ്ഞ 7 - എക്സ് എന്ന് കൊടുക്കുക കേട്ടോ. 20 രൂപ നോട്ട് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. 20 രൂപയ്ക്ക് നമ്മൾ എക്സ് എന്ന് പേര് കൊടുത്തു. അപ്പം 20 രൂപ നോട്ട് എത്ര എന്നുള്ളതിന് നമ്മൾ 20x എന്ന് കൊടുത്തു. 10ൻ്റെ നോട്ടിനെ നമ്മൾ എങ്ങനെയാണ്? 10നെ നമ്മൾ 7 - എക്സ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ 10 ഇൻറ്റു കേട്ടോ, അത് ഞാൻ പറയാം. ഈ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇതിനെ എങ്ങനെ ചെയ്യുമെന്ന് നോക്കി. ഇത് രണ്ടും കൂടെ അങ്ങ് നോക്കണം. അതായത് 20x, അതായത് 20 രൂപ നോട്ടിൻ്റെ 20x
കേട്ടോ, പ്ലസ് ഈ 10 7 മൈനസ് എക്സ് ഈസിക്കൽ ടു മൊത്തം എത്ര 100 രൂപയാണ്. ഇതൊക്കെ വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്തോന്നാ എൻ്റെ കുഞ്ഞുങ്ങളെ? 20 രൂപ നോട്ടുകളുടെ എണ്ണം നമുക്കറിയില്ല, നമ്മളതിന് എക്സ് എന്നുള്ള പേര് കൊടുത്തു. 10 രൂപ നോട്ടുകളുടെ എണ്ണം നമുക്കറിയത്തില്ല, എന്തായാലും 7 നോട്ടുണ്ട്. ആ 7 നോട്ടിൽ നിന്ന് ഈ എക്സ് പോകുന്നതായിരിക്കും അല്ലേ, ആ 7 നോട്ടിൽ നിന്നും എക്സ് പോകുന്നതാണ്. അപ്പം ഇനി അതെന്ത് ചെയ്യണം? 20 രൂപ നോട്ടിനെ നമ്മൾ 20 എക്സ് എന്നും 10 രൂപ നോട്ടിനെ നമ്മൾ 10 ഈ 7 മൈനസ് എക്സ് എന്നും കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി അങ്ങ് കൂട്ടുക. നോക്കിയേ, 20 എക്സിനെ അതുപോലെ എഴുതി പ്ലസ് 10 ഈ ബ്രാക്കറ്റിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തോണം കേട്ടോ, ഈ വെളി കിടക്കുന്ന ആൾ ആ ഓരോ ആളിനെയും പോയി കാണണം. 10 × 7 70 കേട്ടോ, മാറ്റിയിട്ട് ചെയ്ത് കാണിക്കണം. 10 ഇൻറ്റു ഈ ബ്രാക്കറ്റിൻ്റെ ഇൻറ്റു കേട്ടോ, 10 × 7 70 കേട്ടോ, 70 പിന്നെ ഈ മൈനസ് ഇടുക, മൈനസ് 10 × എക്സ് 10x ആണ്. 10 × എക്സ് 10x ഈസിക്കൽ ടു 100. അത് നല്ലപോലെ അവിടെ മനസ്സിലാക്കണേ, അവിടെ എങ്ങനെ വന്നു എന്ന് കേട്ടോ. ഇതുവരെ ചെയ്ത രീതിയല്ല, ഇത് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് നല്ലപോലെ മനസ്സിലാക്കി എഴുതണം കേട്ടോ. ഇനി നോക്കി 20x ഇതെല്ലാം ഈക്വലിന് ഇപ്പുറത്താണ് അല്ലെ, പൊക്കി എടുത്ത് നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ സൈൻ മാറും എന്ന് പറയും. ഇത് നോക്കിയേ, ഇതെല്ലാം ഈക്വലിൻ്റെ ഇവിടെ ഒരു സ്ഥലത്ത് തന്നെ കിടക്കും. നോക്കി RHS LHS ലെഫ്റ്റ് ഹാൻഡിൽ കിടക്കുക. അപ്പോൾ 20x മൈനസ് 10x അല്ലേ, 20x ഇവിടെ ഒരു മൈനസ് 10x ആവും നിങ്ങളെ. അപ്പോൾ അതാ 20 നിന്ന് 10 പോയാൽ 10x, അങ്ങനെയാണേ അത് വന്നേ. 20x നിന്ന് 10x പോയപ്പോഴാണ്, മൈനസ് ചെയ്തപ്പോഴാണ് 10x വന്നത് കേട്ടോ, അത് ഓർത്തോണേ 10x. പിന്നെ ഇവിടെ ഒരു പ്ലസ് 70 കിടപ്പുണ്ട് ഈസിക്കൽ ടു 100. എവിടെയെങ്കിലും ഡൗട്ടുണ്ടോ? അത് നോക്കി പോണേ, പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. 20x ഒക്കെ വന്നത് എങ്ങനെയാണെന്ന് അറിയാവേ, 20ൻ്റെ എക്സ് എന്നുള്ളത് നമ്മൾ 20ൻ്റെ നോട്ടിന് കേട്ടോ, ഈ 7 ഇതാണ് ഇത്. ഓക്കെ, ബ്രാക്കറ്റിനകത്തിലെ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതണം. ഓക്കെ, 10x + 70 ഈസിക്കൽ ടു 100 അല്ലേ. അപ്പം 10x ഈസിക്കൽ ടു ഈക്വൽ കഴിഞ്ഞിട്ട് 100 പ്ലസ് 70 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 70. അപ്പം 10x ഈസിക്കൽ ടു 100 മൈനസ് 70 30 അല്ലേ. അപ്പോൾ x ഈസിക്കൽ ടു 30 ഈ 10 × x അല്ലേ, അപ്പോൾ ഇവിടെ വരുമ്പോൾ ബൈ 10 അല്ലേ, 10 ഈസിക്കൽ ടു 3. 3 വന്ന് എങ്ങനെയാണെന്ന് സംശയം വല്ലതും ഉണ്ടോ? ആകെ നോട്ട് എക്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ എന്തോത്തിൻ്റെ പേരാണ് കൊടുത്തത്? 20 രൂപ നോട്ടുകളാണ് എക്സ് എന്ന് പറഞ്ഞത്. ഇവിടെ ചെയ്തു വന്നപ്പോൾ നമുക്ക് എക്സ് കിട്ടിയ എത്ര? 3. അപ്പം 3 എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? എന്താ? 20 രൂപ നോട്ടുകളുടെ എണ്ണമാണ്. 20 രൂപ നോട്ടുകളുടെ 20 രൂപ നോട്ടുകളുടെ എണ്ണം. നമ്പർ ഓഫ് അങ്ങനെ നമ്പർ ഓഫ് 20 റുപ്പീസ് നോട്ട്സ്, 20 നോട്ടുകളുടെ എണ്ണം 3 അല്ലേ. ഇനിയോ 10 രൂപ നോട്ടുകളുടെ എണ്ണം, എന്താ? നമ്പർ ഓഫ് 10 റുപ്പീസ് നോട്ട് എത്ര? 10 റുപ്പീസ് നോട്ടിന് എന്ത് പറഞ്ഞത്? 7 മൈനസ് എക്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെ പറയും? 7 മൈനസ് എക്സ്. അപ്പോൾ 7 മൈനസ് 3 ഈസിക്കൽ ടു 4. 10 രൂപ നോട്ടുകൾ അപ്പോൾ 4 വരും, 20 രൂപ നോട്ട് അങ്ങനെ 3 വരും. 4 കേട്ടോ, 4 3 7 നോട്ടുകളുമായി. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? നല്ലപോലെ അത് മനസ്സിലാക്കണേ. 4 3 വന്നത് എങ്ങനെയാണെന്ന് കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കൂ നിങ്ങളെ. അതായത് ഒരു പുസ്തകത്തിൻ്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ, അത് നോക്കണേ, ഒരു പുസ്തകത്തിൻ്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്. ഒരു പെൻസിലിൻ്റെ വില ഈ പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവുമാണ്. ഒരാൾ 5 പുസ്തകവും 2 പേനയും 3 പെൻസിലും വാങ്ങി ആകെ 52 രൂപയായി. ഓരോന്നിൻ്റെയും വില എന്താണ്? ഇംഗ്ലീഷ് മീഡിയക്കാർ അതങ്ങ് എഴുതിയെടുക്കണേ. ഇംഗ്ലീഷൂടെ നിങ്ങൾ സംഭവം പിടികിട്ടിയല്ലോ. പുസ്തകത്തിൻ്റെ വിലയുടെയാണ് കേട്ടോ, ബുക്കിൻ്റെ. അപ്പോൾ ഇവിടെ നമുക്ക് പുസ്തകത്തിൻ്റെ വില എത്രയാണെന്ന് നമുക്കറിയത്തില്ല അല്ലേ. നമുക്കപ്പോൾ എങ്ങനെ പറയാം? പുസ്തകത്തിൻ്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്. ഫസ്റ്റ് വരി അങ്ങ് നോക്കാം കുഞ്ഞുങ്ങളെ. അതിൻ്റെ സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ എഴുതാം? ഒരു പുസ്തകത്തിൻ്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്.
പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ് പുസ്തകത്തിൻ്റെ വിലയെന്നല്ലേ എൻ്റെ അർത്ഥം. പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ് ഒരു പുസ്തകത്തിൻ്റെ വില അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? പേനയുടെ വിലയ്ക്ക് തമ്മിൽ അല്ലേ, പേനയുടെ വില, പേനയ്ക്ക് നമ്മൾ എക്സ് എന്ന് കൊടുക്കാം കേട്ടോ. ഒരു പേനയുടെ വില അല്ലേ, അങ്ങനെ കൊടുക്കാം. ഒരു പേനയുടെ വിലയെ നമ്മൾ എന്ത് കൊടുക്കുക? എക്സ് എന്ന് കൊടുക്കുക. കാരണം എത്രയാണെന്ന് അറിയത്തില്ല. ഈ പേനയുടെ, അതായത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? പ്രൈസ് ഓഫ് എ പെൻ ഈസിക്കൽ ടു എക്സ് കേട്ടോ. ഈ പേനയുടെ വിലയേക്കാൾ എന്താ? ബുക്കിന്. അപ്പോൾ പ്രൈസ് ഓഫ് എ ബുക്ക്, പേനയുടെ വിലയേക്കാൾ എത്ര? 4 രൂപ കൂടുതലാണ്. 4 രൂപ കൂടുതലാണ്. അപ്പോൾ എക്സ് പ്ലസ് 4 കേട്ടോ. നല്ലപോലെ അറിയണേ. മലയാളത്തിൽ എങ്ങനെ പറയും കുഞ്ഞുങ്ങളെ? ഒരു ബുക്കിൻ്റെ വില കേട്ടോ. എഴുതിക്കോണേ. ഒരു ബുക്കിൻ്റെ, ഞാൻ എഴുതണോ? ഒരു ബുക്കിൻ്റെ, ഇത് സെപ്പറേറ്റ് ആയി എഴുതേണ്ടതല്ലേ. നിങ്ങൾ അവനവൻ്റെ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. എക്സ് പ്ലസ് 4 ആണ് കേട്ടോ. ഇനി എന്തിൻ്റെ അറിയേണ്ടത്? അപ്പോൾ അത് ഓക്കെ ആയി. ഇനി അടുത്ത് നോക്കിയേ. ഒരു പെൻസിലിൻ്റെ വില ഈ പേനയുടെ വില നമ്മൾ പറഞ്ഞു എക്സ് ആണ് അല്ലേ. ഈ പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവാണ്. അപ്പോൾ എങ്ങനെ എഴുതണം? പ്രൈസ് ഓഫ് എ പെൻസിൽ. അതിനേക്കാൾ പേനയുടെ വിലയെ നമ്മൾ എന്ത് എഴുതി? എക്സ് എന്ന് കൊടുത്തു. അപ്പം പെൻസിൽ എങ്ങനെയാണ്? അതിനേക്കാൾ 4 രൂപ കുറവെന്ന് പറയുന്നത് നമ്മൾ -2 അല്ലേ. മനസ്സിലായോ? അപ്പം ഒരു എന്തോത്തിൻ്റെ? പെൻസിലിൻ്റെ വില എന്ന് പറയുന്നത് x-2 കണ്ടോ. അവനവൻ്റെ രീതിയിൽ എഴുതിയെടുക്കുക. ഞാൻ ഒരുമിച്ച് അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. ഇത്രയും ഓക്കെ ആണോ നിങ്ങളെ? ഇനി നമ്മളോട് ചോദിച്ചാൽ എന്തെന്നറിയോ? ഒരാൾ 5 പുസ്തകവും ഒരാൾ 5 പുസ്തകം വാങ്ങി എന്ന് വെച്ചാൽ പ്രൈസ് ഓഫ് ബുക്സ് അല്ലേ. അതായത് 5 ബുക്കിൻ്റെ 5 ബുക്കിൻ്റെ വില നമുക്കിവിടെ ബുക്കിന് x+4 ആണല്ലേ. x+4 ആണ് ബുക്ക്. അപ്പോൾ 5 ബുക്ക് എന്ന് പറയുന്നത് 5 × x+4. മനസ്സിലാക്കണേ. ഇവിടെ ഓരോരുത്തരെയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഉണ്ട് 1 2 3 വേറെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, ഒരാൾ 5 പുസ്തകവും വാങ്ങി. അപ്പോൾ 5 × പുസ്തകം ഉണ്ട് x+4 ആണ്. അപ്പോൾ ഇവിടെ നമുക്കിതങ്ങ് ചെയ്ത് പോകും നിങ്ങളെ. 5 × x+4 എന്ന് വെച്ചാൽ എന്തറിയോ? നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെ ബ്രാക്കറ്റ് എവിടെ വന്നാലും ഇങ്ങനെ ഇരിക്കണം. 5 × x 5x. അത് കഴിഞ്ഞിട്ട് ഏത് സൈനാന്ന് നോക്കുക? പ്ലസ്. 5 × 4 20. അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞു. 5x + 20 ആണ്. ഇനിയോ അടുത്തത് 2 പേനയുടെ വില അല്ലേ. അടുത്ത 2 പേന. അപ്പോൾ പ്രൈസ് ഓഫ് പെന്ന് 2 പേനയുടെ വില. പ്രൈസ് ഓഫ് പെൻ എത്രയായിരുന്നു? 2. പ്രൈസ് ഓഫ് 2 പെൻ കേട്ടോ. 2 പേനയുടെ വില എന്ന് പറയുമ്പോൾ 2 പേന എങ്ങനെയായിരുന്നു? പേനയ്ക്ക് എക്സ് ആണ്. അപ്പോൾ 2 × x. 2 × x എന്തുവാ? 2x തന്നെ. 2 × x 2x അല്ലേ. ഓക്കെ. അടുത്ത ഇനി എന്താ വെച്ചാൽ 3 പെൻസിൽ വാങ്ങിച്ചു അല്ലേ. അപ്പോൾ പ്രൈസ് ഓഫ് 3 പെൻസിൽ. ഇത് കറക്റ്റായിട്ട് എഴുതിയെടുക്കണേ. 3 പെൻസിൽ. പെൻസിലിൻ്റെ വില പെൻസിലിന് എത്ര? 3 പെൻസിലല്ലേ. അപ്പം 3 പെൻസിൽ ഇവിടെ എന്താ നിങ്ങൾ? x-2. 3 × x-2 ബ്രാക്കറ്റ് വന്നാൽ ഇങ്ങനെ ചെയ്യുക. 3 × x 3x മൈനസ് 3 × 2 6. അപ്പോൾ അത് കിട്ടി. അടുത്ത 3 എണ്ണമാണ് അവർ മേടിച്ചത്. ഇത് ഇത്രയൊക്കെ ആണോ? ഇനി ഇതെല്ലാം കൂടെ ഈ കിട്ടിയ 3 എണ്ണം കൂടെ അങ്ങ് കൂട്ടിയാൽ മതി. എത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയത്? ഫസ്റ്റ് നോക്കിയേ. 5x + 20 പ്ലസ് അടുത്ത 2x, അടുത്ത 3x - 6. ഇത് ഇത്രയും കൂടെ കൂട്ടണം കുഞ്ഞുങ്ങളെ.
വല്ല പിടുത്തം ഉണ്ടോ? ഒന്നും ആലോചിക്കണ്ട. എക്സുകളെ എല്ലാം കൂടെ പറക്കിയെടുത്തേ. ഒരു 5x 2x 3x അല്ലേ? എത്ര? 10x അല്ലേ? 5x 2 7x 3 10x. പിന്നെ ഇവിടെ ഒരു +20, ഇവിടെ ഒരു -6. 20 -6 പോയാൽ എത്ര ആവും നിങ്ങളെ? 20 6 പോയാൽ 14 അല്ലേ? അതെ, 14 ഈസിക്കൽ ടു നമുക്കിവിടെ എന്താ മൊത്തം കൂടെ എത്ര രൂപയായെന്ന് പറഞ്ഞിട്ടുണ്ട്? 52 രൂപയായെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 54 രൂപ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മൊത്തം കൂടെ നമുക്ക് 54 രൂപയെന്ന്. അപ്പോൾ ഇവിടെ 54 ഇതെല്ലാം കൂടെ ഒന്ന് മനസ്സിലായോ? ആദ്യമേ നമ്മൾ തന്നിരിക്കുന്ന, അതായത് പേനയുടെ വില നമുക്കറിയത്തില്ല കുഞ്ഞുങ്ങളെ, അതിനെ നമ്മൾ എക്സ് എന്ന് കൊടുത്തു. ഈ പേനയേക്കാൾ 4 കൂടുതലാണ് ബുക്കിൻ്റെ വില, അതുകൊണ്ട് +4. ഈ പേനയേക്കാൾ 2 രൂപ കുറവാണ് പെൻസിലിൻ്റെ വില, അതുകൊണ്ട് നമ്മൾ x-2. പ്ലസ് മൈനസും വന്ന സംശയമില്ലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെടുത്ത് പറഞ്ഞു 5 ബുക്ക് വാങ്ങിച്ചു, അപ്പോൾ 5 ഇൻറ്റു ആ പറഞ്ഞിരിക്കുന്നത്. 2 പേന വാങ്ങി, അപ്പോൾ 2 ഇൻറ്റു പേനയുടെ വില. 3 പെൻസിൽ വാങ്ങി, അപ്പോൾ 3 ഇൻറ്റു പെൻസിൽ. ഇനി ഇതിനെ എല്ലാം കൂടെ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ 1 2 3 കിട്ടും. ഇത് കൂട്ടുക എന്നുള്ളതാണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പം എക്സിനെ എല്ലാം കൂടെ കൂട്ടിയപ്പോൾ 10x, പിന്നെ ഒരു +20 -6 ഉണ്ട്, അപ്പോൾ നമുക്ക് +14 കിട്ടി. പിന്നെ ഓൾറെഡി നമുക്ക് പറഞ്ഞു 54 രൂപ നമുക്ക് ആകെ ആയെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് കേട്ടോ. 54 രൂപ ആയെന്ന് ഉണ്ട്. അപ്പോൾ 10x നമുക്കിപ്പോൾ എങ്ങനെ വന്നു നോക്കിയേ? 10x + 14 ഈസിക്കൽ ടു 54 ആണെങ്കിൽ 10x ഈസിക്കൽ ടു 54, ഈ +14 ഇപ്പുറത്ത് വരുമ്പോൾ -14 ആയി. അപ്പം 10x ഈസിക്കൽ ടു 54 14 പോലെ എത്ര നിങ്ങളെ? 54 അല്ലേ? 54 14 പോയാൽ 40 അല്ലേ? 40. പിന്നെ എക്സ് ഈസിക്കൽ ടു 10x ആയപ്പം എക്സ് ഈസിക്കൽ ടു 40/10 ഈസിക്കൽ ടു 4 വരും. 4. ഈ 4 വന്ന എങ്ങനെയാണെന്ന് എന്തെങ്കിലും സംശയം ഉണ്ടോ? നല്ലപോലെ നോക്കിക്കേ. 4 വന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ? അതിൽ അപ്പം നമ്മൾ പ്രൈസ് ഓഫ് എ പെൻ, ഒരു പേനയ്ക്ക് എക്സ് നമുക്ക് 4 രൂപ കിട്ടി. എക്സ് എന്ന് പറയുന്നത് 4 രൂപയാണെങ്കിൽ അതിനേക്കാൾ എന്താ, അതായത് പെന്നിൻ്റെ വില എക്സ് എന്ന് പറയുന്നത് 4 രൂപ അല്ലേ? ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എത്ര പറഞ്ഞത്? ബുക്ക് x+4 ആണ് അല്ലേ? x+4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? x+4, എക്സ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പം 4 + 4 ഈസിക്കൽ ടു 8 രൂപയാണ് ബുക്കിൻ്റെ വില. പിന്നെ പെൻസിൽ മേടിച്ചല്ലോ, പെൻസിലിനപ്പോൾ എത്ര? x-2 ആണ് പെൻസിൽ, അപ്പോൾ എത്ര? 4 - 2 ഈസിക്കൽ ടു 2. അപ്പോൾ പെൻസിലിന് 2 രൂപ, ബുക്കിന് 8 രൂപ, പേനയ്ക്ക് 4 രൂപ കേട്ടോ. ഇത് കറക്റ്റായിട്ട് ദാണ്ട് ഇവിടെയൊക്കെ തെറ്റാതെ എഴുതാൻ പഠിക്കണം കേട്ടോ. ഇതൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ബാക്ക് അടിച്ചിട്ട് നോക്കണേ കേട്ടോ. അതിൻ്റെ ഒരു കണക്കൂടുണ്ടോ? ഞങ്ങൾ ഒരു കലണ്ടറിൽ 4 സംഖ്യകളുള്ള ഒരു സമചതുരം അടയാളപ്പെടുത്തി. അതിലെ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ 80 കിട്ടി. സംഖ്യകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, നമ്മളിപ്പോൾ ഒരു കലണ്ടർ വരയ്ക്കുക. അതെ, ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യം നല്ലപോലെ നോക്കണേണ്ട. കലണ്ടറിൽ 4 സംഖ്യകളുള്ള ഒരു സമചതുരം അടയാളപ്പെടുത്തി. അതിലെ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ 80 കിട്ടി. ഏതെങ്കിലും 4 സംഖ്യകൾ നമ്മൾ ഒന്നുകിൽ ഈ 4 എണ്ണം എടുത്തോ. ഈ 4 എണ്ണം, ഏതെങ്കിലും 4 എണ്ണം എടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 4 സംഖ്യകൾ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ക്വയർ അല്ലേ? 4 എണ്ണം അടയാളപ്പെടുത്തിയിട്ട് ആ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ നമുക്ക് 80 കിട്ടി എന്നാണ് പറയുന്നത്. എന്നാൽ സംഖ്യകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുക. ഇതെങ്ങനെയാണെന്ന് അറിയാം. നോക്കി വരിക. ഇവിടെ ഈ 2, 3, 9, 10 എന്നുള്ളൊരു കോളം നമ്മൾ എടുത്തെന്ന് വെച്ചു. ഈ 2ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോഴാണ് എന്താ 3 വന്നത്. ഈ 2ൻ്റെ കൂടെ ഒരാഴ്ചയിൽ 7 ദിവസമല്ലേ? അപ്പോൾ ഈ 2ൻ്റെ കൂടെ 7 കൂടി കൂട്ടിയപ്പോഴാണ് 9 വന്നത്. ഈ 9ൻ്റെ കൂടെ 1 കൂടി കൂട്ടിയപ്പോഴാണ് ആര് വന്നത്? 10 വന്നത്. വല്ലോ മനസ്സിലായോ? ഇതിനെ നമ്മൾ എന്തോ കുഞ്ഞുങ്ങളെ എക്സ് എന്ന് കൊടുക്കുക. കാരണം ഇത് ഏതെങ്കിലും ഒരു സംഖ്യ ആയിക്കോട്ടെ, ഏതോ ഒരു സംഖ്യ. അപ്പം നമ്മളിതിനെ എക്സ് എന്നുള്ള പേര് കൊടുക്കുക. ഈ എക്സിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോഴല്ലേ നമുക്ക് എന്ത് വന്നത്? 3 വന്നത്
അല്ലേ? അതിൻ്റെ കൂടെ എന്താ, ഈ എക്സിൻ്റെ കൂടെ 7, അതായത് ഒരാഴ്ച 7 ദിവസം ആയതുകൊണ്ട് 7ഉം കൂടി കൂട്ടിയപ്പോഴാണ് നമുക്ക് എന്ത് വന്നത്, 9 വന്നത്. അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടിയപ്പോഴാണ് നമുക്ക് എന്ത് വന്നത്, 10 വന്നത്, അല്ലേ? 7 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 8ആണ്. ഇപ്പോൾ പിടികിട്ടിയോ? അപ്പോൾ നമുക്കത് ചെയ്ത് കാണിക്കാം. ഞാൻ ഇനി ഒന്നുകൂടെ മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു സംഖ്യ എടുത്തെന്ന് വെച്ചോ. കണ്ടോ, ഇതിലേതെങ്കിലും ഒരു സംഖ്യ ഞാൻ എടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഏതാ കാണിച്ചത്, 2, 3, 9, 10 അല്ലേ? 2, 3, 9, 10 എന്ന് പറയുന്നൊരു സംഖ്യ ഞാൻ എടുത്തെന്ന് വെച്ചോ. ഇവിടെ നോക്കൂ നിങ്ങളെ, 2ൻ്റെ കൂടെ ഞാൻ ഒന്നുകൂടി കൂട്ടിയപ്പോഴാണ് 3 വന്നത്. ഈ 2 എന്ന് പറയുന്നതിനെ ഞാൻ എക്സ് എന്ന് പറയുക കേട്ടോ. ഈ 3 എന്ന് പറയുന്നതിന് എന്താ, അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി x+1 ആണ്, അല്ലേ? 9 എന്ന് പറയുന്നതോ ഈ 2ൻ്റെ കൂടെ, അതായത് ഈ എക്സിൻ്റെ കൂടെ 7 കൂടെ കൂട്ടിയപ്പോഴാണ് എനിക്ക് എന്താ 9 കിട്ടിയത്. മനസ്സിലായോ? പിന്നോ ഈ 10 എന്ന് പറയുന്നതോ ഞാൻ ഈ എക്സിൻ്റെ കൂടെ 8 കൂടെ കൂട്ടിയപ്പോഴാണ് എനിക്ക് കിട്ടിയത്, ഇല്ലേ? അപ്പം നമ്മളതിനെ വരച്ച് കാണിക്കുമ്പോൾ എങ്ങനെ പറയും, ഇതിപ്പം കാണാൻ ഇത് തന്നത് കൊണ്ടാണ്. സംഖ്യ ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഏതെങ്കിലും എടുത്താൽ മതി, ഞാൻ പറഞ്ഞ തന്നെ എടുക്കണമെന്നില്ല. ആ എക്സിൻ്റെ തൊട്ട് വലത്ത് വശത്ത് കിടക്കുന്ന എപ്പോഴും അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയതായിരിക്കും. ഈ എക്സിൻ്റെ തൊട്ട് താഴെ ഏത് സംഖ്യ നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ, നിങ്ങളൊരു കലണ്ടർ എടുത്തിട്ട് ഏത് വേണമെങ്കിലും എണ്ണി നോക്കിയോ കുഞ്ഞുങ്ങളെ, അതിൻ്റെ കൂടെ 7 കൂട്ടിയതായിരിക്കും കേട്ടോ. 7 കൂടി കൂട്ടിയതാണ് കേട്ടോ. ഈ എക്സിൻ്റെ കൂടെ ആ 7 കഴിഞ്ഞാൽ എത്ര, 8ആണ് തൊട്ടടുത്ത സംഖ്യ, അത് നമുക്കറിയാം അല്ലേ? ഇനി ഇതെല്ലാം കൂടെ അങ്ങ് കൂട്ടിയാൽ മതി. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ, x+, x+1 പ്ലസ് x+7 പ്ലസ് x+8 എന്ന് പറയുന്നത് 80 വരുമെന്ന്. 80 ആണെന്നാണ് പറയുന്നത്. നോക്കാം, എക്സും എത്ര എക്സ് ഉണ്ട്, 4 എക്സ് ഉണ്ട് അല്ലേ? 4x പ്ലസ് 1, 7, 8 വിട്ടും 16 = 80. അപ്പോൾ 4x = 80 പ്ലസ് 16 ഇപ്പുറത്ത് വരുമ്പോൾ -16. അപ്പം 4x = 80 നിന്ന് 16 പോയാൽ എത്ര നിങ്ങളെ, 64ആണ്. അപ്പോൾ x = 64. ഈ 4 ഡിവിഷനായിട്ട് മാറും 4. 64 ഡിവൈഡ് 4, 1 4 4 24, 6 4 20. അപ്പോൾ എത്ര, x = 16 എന്ന് വരും. x = 16. അപ്പോൾ നമ്മളിവിടെ x എന്ന് പറയുന്നിടത്ത് എന്ത് കൊടുക്കണം, നമ്മൾ ഒരെണ്ണോട് നമുക്കൊന്ന് വരച്ച് കാണിക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി, ഇവിടെ 16. അപ്പം ഞാനിവിടെ 16ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ ഇപ്പുറത്ത് 17, 16ൻ്റെ കൂടെ 7 കൂടെ കൂട്ടണം കുഞ്ഞുങ്ങളെ. 16, 17, 18, 19, 20, 21, 22, 23. ഇവിടെ 23 വരും. 23 1 24 ഇങ്ങനെ വരും. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് എത്ര വരുമെന്നാ, 80 വരുമെന്ന് കേട്ടോ. 80 വരും കേട്ടോ. ഓക്കെ ആണോ? ഇത് ഇത്രയാണ് നമ്മുടെ ആ ചാപ്റ്ററിൽ. ഇനി ഒരു പാർട്ട് ഇടുമ്പോൾ നമ്മുടെ ആ പാഠം തീരും. നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് കമൻറ്റ് പറയണേ കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.